ജീവിക്കാനുള്ള പോരാട്ടം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടവനാണ് ചാർലി. ചാർലിയെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാകില്ലെന്ന് മനസ്സിലാക്കിയതോടെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്ക് ശേഷം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി അവൻ യാത്ര പറഞ്ഞു. ഒരാഴ്ച ബാക്കിയുണ്ടായിരുന്നു ചാർലിക്ക് ആദ്യ പിറന്നാളിന്. നേരവും കാലവും നോക്കാതെ ഒരു വർഷമായുള്ള അലച്ചിലിൽ കാരണം ക്രീസും കേണിയും മറന്നുപോയതായിരിക്കാം. അല്ലായിരുന്നെങ്കിൽ അവനുവേണ്ടി അവർ ഒരാഴ്ച കൂടി കാത്തിരിക്കുമായിരുന്നു. ആശുപത്രി ജീവനക്കാരും കാത്തിരുന്നേനെ. ചാർലിയെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് തീർച്ചയായതോടെ മരണത്തിന് വിട്ടുകൊടുക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. ജീവിക്കാനുള്ള പോരാട്ടം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടവനാണ് ചാർലി. നിയമം വഴി മരിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന ശബ്ദവുമായി രൂപീകരിച്ച ചാർലീസ് ആർമി മുതൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ അവനുവേണ്ടി നിലകൊണ്ടു. പക്ഷേ ഇത്രയും പേരുടെ പ്രാർത്ഥനകളും കണ്ണീരിൻ്റെ ചൂടും തിരിച്ചറിയാൻ അവനെ ബാധിച്ച അപൂർവ രോഗത്തിന് കണ്ടുണ്ടായിരുന്നില്ല. മൈറ്റോകോൺഡ്രിയൽ DNA ഡിപ്രഷൻ സിൻഡ്രോം എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്. ഇതുവരെ 16 പേരിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള വ്യത്യസ്തമായ രോഗം. മസ്തിഷ്കവും മസിലുകളും ക്ഷയിച്ചു വന്നു. സ്വയം ശ്വസിക്കാനാകുമായിരുന്നില്ല. ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മിണ്ടുന്നുമുണ്ടായിരുന്നില്ല. ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ഓരോ ചലനവും. ചാർലിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും കുടുംബത്തിൻ്റെ അഗാധ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയും അറിയിച്ചു. ചാർലിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഓടി നടന്നവർക്കും ഇനിയും വേദനിപ്പിക്കാതെ മരിക്കാൻ വിടണമെന്ന് വാദിച്ചവർക്കുമെല്ലാം ഇപ്പോൾ ഒറ്റ മനസ്സാണ്. ഓമനത്തം തുളുമ്പുന്ന അവൻ്റെ ചിത്രങ്ങൾ നോക്കി കണ്ണീരണിയുന്നു അവരെല്ലാം. ലണ്ടനിലെ ഗ്രേറ്റ് ഓർമൻഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വെന്റിലേറ്റർ സഹായം എടുത്തുമാറ്റി ചാർലിക്ക് സുഖമരണം നേർന്നത് കഴിഞ്ഞ ദിവസം. ചരിത്രത്തിൽ ഇടം പിടിച്ച നിയമ പോരാട്ടത്തിനും ഇതോടെ വിരാമമായി. മമ്മിയും ഡാഡിയും നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞങ്ങൾ എല്ലായ്പ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളോട് നീ ക്ഷമിക്കണം. നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. മധുര സ്വപ്നം കുഞ്ഞെ, ഞങ്ങളുടെ സുന്ദരനായ ആൺകുട്ടി, നീ ഉറങ്ങുക. ഇങ്ങനെയായിരുന്നു ചാർലിയുടെ വിയോഗം അറിയിച്ചുള്ള കേണിയുടെ കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.